ഹായ്, നല്ല നമസ്കാരം. നിങ്ങളെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഞാനും ഷാജിയും കൂടെ വേറൊരു കാര്യത്തിലേക്ക് വരാൻ പോവാ അല്ലെ. ഒരു രാഷ്ട്രീയ വിഷയമല്ല, രാഷ്ട്രീയം സംസാരിക്കാൻ പോവാണ്. നിങ്ങൾക്കത് ഇഷ്ടമാണോ ഇല്ലയോ നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഇഷ്ടപ്പെടണം. കാരണം നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത്, നമ്മളെ ഭരിക്കപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ലേ. രാഷ്ട്രീയ പാർട്ടികളാൽ നമ്മൾ ഭരിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയം നമുക്ക് ഇല്ല എന്ന് പറയുന്നവരുണ്ട്, ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും പോളിംഗ് ബൂത്തിനകത്ത് രാഷ്ട്രീയം ഉണ്ട്. ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ വോട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? നമുക്കെല്ലാം രാഷ്ട്രീയമുണ്ട് എന്നാണ് അല്ലെ. ഇപ്പൊ എനിക്ക് രാഷ്ട്രീയമുണ്ട്. ഷാജിക്കോ? എനിക്ക് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ ഞാൻ എങ്ങും ഇല്ല. ഷാജി, നമുക്ക് നമ്മുടെ കേരള ചരിത്രം 1957 തുടങ്ങി കേരള ചരിത്രം എടുത്താൽ അല്ലെ, രണ്ടാമത് ഭരണത്തിൽ വന്നത് ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ മാത്രമാണ് അല്ലേ. അപ്പോ ഇത് മൂന്നാമത് വരോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഡൗട്ടല്ല, എനിക്ക് തോന്നുന്നു മൂന്നാമത് ഏറെക്കുറെ വരും. ആ കാര്യം അതാണ് ഇപ്പോഴത്തെ ആ ഒരു രീതി കണ്ടിട്ട്. കാര്യം വെച്ചാല് ഒരു നേതൃപാഠവും എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് കെ കരുണാകരന് ശേഷം പിണറായി വിജയനെ പോലെ ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല. ദൃഢതയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതാണ്, അങ്ങേർക്കെതിരെ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത്രയും പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുക, ഒരു ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുക, രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇന്ന് സത്യത്തിൽ അങ്ങനെ ഒരു നേതാവ് ഇല്ല. കോൺഗ്രസ് നല്ല UDF നല്ലൊരു ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ അത് എന്ത് ചെയ്യാണ്? ഗോളാക്കുന്നില്ല. അതെന്നാ പറയാ, അത് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞ്, അല്ലെങ്കിൽ ഈ ഒരു നേതാവ് പറയുന്നതിന് ഓപ്പോസിറ്റ് അപ്പുറത്ത് മാറിയെന്ന് മൈക്കിനകത്ത് കൂടെ പറഞ്ഞ് അച്ചടക്കമില്ല. മറ്റേ CPM ഉണ്ടോ? സംസാരിക്കത്തില്ല ആരും. CPM ഒരു നേതാവേ ഉള്ളത് ശ്രീ പിണറായി വിജയനാണ്. ഇടതുപക്ഷത്തിന് ഒരു നേതാവ് ഉള്ളത് പിണറായി വിജയനാണ്. UDF എന്ന് പറയുന്നത്, ഞാനൊരു ഇടതുപക്ഷക്കാരനല്ല, ഞാൻ പച്ചയ്ക്ക് പറയാം, ഞാൻ ഇടതുപക്ഷക്കാരനല്ല. പക്ഷേ യാഥാർത്ഥ്യമായാണ്. കോൺഗ്രസ് UDF-നകത്ത് നേതാവ് ആരാണ്? VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ? ഈ സമയത്തും തീരുമാനമായിട്ടില്ല. അത് മാത്രമല്ല, തമ്മിലടിയാ, പരസ്പരം പാരയാ, അവനോൻ പാരയാ. ഏറ്റവും വലിയ ആത്മഹത്യാപരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ K. സുധാകരൻ എന്ന് പറയുന്ന ഒരാൾക്ക് അണികളെ ചേർത്ത് നിർത്താനും ആവേശം കൊള്ളിക്കാനും പറ്റുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിനെതിരെ ചുമ്മാ വില കുറഞ്ഞ കുറെ ആരോപണങ്ങളും വെച്ചോണ്ട് വന്നിട്ട് ഈ അവസാനത്തെ ഒരു കോമാളിയാക്കി. K. സുധാകരനെ അവസാനം കോമാളിയാക്കി. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അധികാരമാണ്. നമുക്കിപ്പോ ഞാൻ പറയുന്നത്, ഞാൻ കോട്ടയത്താണ്, ഷാജിയും കോട്ടയം. അതെ, പിണറായി വിജയനും ഇടതുപക്ഷത്തിനെതിരായ വലിയൊരു ജനകീയ വികാരമുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, അല്ലെ. ഉണ്ട്, ഒരു അത് ജനവികാരമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ തരംഗമുണ്ടായി. ലോക്കൽ ബോഡി ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് UDF-ന് അനുകൂലമായ തരംഗമുണ്ടായി. നിയമസഭ അങ്ങനെയാണെന്ന് നിർബന്ധമില്ല. കാരണം അറിയോ, ഒരു MLA-യുടെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ് നിയമസഭ നിഷ്പക്ഷപാതം വോട്ട് ചെയ്യുന്നത്. LDF എത്ര നല്ല കാര്യം ചെയ്താലും UDF-കാരൻ LDF വോട്ട് ചെയ്യത്തില്ല. UDF എത്ര നല്ല കാര്യം ചെയ്താലും LDF-കാരൻ UDF വോട്ട് ചെയ്യത്തില്ല. ഒരാൾ ജയിക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്ന വോട്ടർ ആരാണ്? നിഷ്പക്ഷപാതികളാണ്. അതെ, അത് ചെറിയ ശതമാനമേ ഉള്ളൂ. അവരാണ് തീരുമാനിക്കുന്നത് അല്ലേ. ആര്? അപ്പൊ ആ ഒരു നിഷ്പക്ഷവാദികളുടെ വോട്ടിന് ശരിക്കും UDF-ന് അനുകൂലമായ ഒരു ഇതുണ്ടെങ്കിലും, ഞാനൊരു 5-6 മണ്ഡലത്തിന്റെ കാര്യം പറയാം. ഏതാ? കോട്ടയം ടൗണിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും മരിക്കുന്ന വരത്തേക്ക് പറ്റുന്ന തോന്നുന്നില്ല. കാരണം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ്, അദ്ദേഹത്തിനെതിരായ ഒരു വികാരം ഇവിടെ ഇല്ല. അദ്ദേഹം വിജയിക്കുമെന്നാണ് എന്റെ, അത് 100% സാറിന്റെ വിശ്വാസം. കറക്റ്റ് അല്ലേ? പുതുപ്പള്ളി ചാണ്ടി ഉമ്മനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, സാധ്യത ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിലവിൽ ഇല്ല. ഉമ്മൻചാണ്ടി വികാരം ഇപ്പോഴും ആ മണ്ഡലത്തിൽ നല്ല നിപ്പുണ്ട്. നമ്മുടെ ഏറ്റുമാനൂർ ശ്രീ VN വാസവൻ, ബഹുമാനോട് മന്ത്രി, ഇപ്പൊ അവിടെ നിലവിൽ MLA. അതെ, ഏറ്റുമാനൂർ സത്യം പറയാൻ UDF മണ്ഡലം ആയിരുന്നു. അത് ഞാൻ പറഞ്ഞു, UDF മാനസികാവസ്ഥയുള്ള ഒരു മണ്ഡലമാണ്. തിരുവാർ, പൈമനം, കുമരകം, ഈഴവ വോട്ടുകൾ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഇപ്പോ നിലവിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിന് സ്ഥാനാർത്ഥിയായി വരുന്നത് PJ ജോസഫിന്റെ ഗ്രൂപ്പിനാണ്. പ്രിൻസ് ലൂക്കോസ് മരണപ്പെട്ടു. ഞാൻ CMS കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ
ഞങ്ങളൊക്കെ രാഷ്ട്രീയം കളിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന എന്റെ ഒരു അനുജനെ പോലെ ഇരുന്ന ആളാണ്. ശ്രീ വി എൻ വാസവനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്ഥാനാർത്ഥി നിലവിൽ പി എ ജോസഫിന് അവിടെ ഇല്ല. ഇല്ല ഇല്ല. ഷാജി ആ മണ്ഡലമല്ലേ? അതെ അല്ലല്ല, ഞാൻ കോട്ടയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് അവിടെ പിന്നെ ഉള്ളത് ശ്രീ നാട്ടക സുരേഷാണ്, DCC പ്രസിഡന്റ്. സാധ്യതയൊന്നും അവിടെ അല്ല. ശ്രീ വി എൻ വാസവൻ മണ്ഡലം അത്യാവശ്യം നന്നായി നോക്കിയിട്ടുണ്ട്. ഈയിടെ അദ്ദേഹത്തിനെതിരായിട്ട് എപ്പോഴും അല്ലെങ്കിൽ UDF അനുകൂലമായി പറഞ്ഞ മാണി പുതിയുടെ അച്ഛനുണ്ട്, എന്റെ ഫ്രണ്ടാണ്. കുടവാൾപ്പള്ളിയിലും അതിരപ്പള്ളിയിലൊക്കെ വളരെ നല്ല ഭയങ്കര അറിവും നല്ല കഴിവുള്ള അച്ഛനാണ്. അച്ഛനുമായിട്ട് ലൂർദ് പള്ളി ഇരിക്കും പോലുള്ള ബന്ധമാണ്. അച്ഛനെ എന്നെ വലിയ ഇഷ്ടം, ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ്. അച്ഛന് ഈയിടെ വികസന രേഖ സമർപ്പിച്ച സമയത്ത് ശ്രീ വി എൻ വാസവൻ അദ്ദേഹത്തിന്റെ ആ വികസന രേഖ സമർപ്പിച്ച വേദിയിൽ പോയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, അതിരമ്പുഴ ടൗണിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പൊ ശ്രീ വി എൻ വാസവനെ ഏറ്റുമാനൂർ നിലവിൽ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എതിർ സ്ഥാനാർത്ഥി ഇല്ല. ഇനി കടുത്തുരുത്തിലേക്ക് പോയാലോ? കടുത്തുരുത്തിയിൽ മോൻ ജോസഫിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. മോൻ ജോസഫ് UDF ആണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ്. മോൻസ് ബെസാലിസ് കോളേജിൽ ആണോ? ഞങ്ങളെല്ലാം ഒരേ കാലത്തിലുള്ളവരാണ്. മോൻസിനെ അവിടെ കടുത്തുരുത്തി തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റില്ല. പാലായിൽ മാനസി കാപ്പനും ഇനി അഥവാ ജോസ് കെ മാണി വന്നാലും ജോസ് കെ മാണി മാനസി കാപ്പനും തമ്മിൽ മത്സരിച്ചാൽ ഷോൺ ജോർജും ഉണ്ടെങ്കിലും മാനസി കാപ്പനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാനസി കാപ്പൻ അവിടെ പൊതുസമ്മതനാണ്. തുടർന്ന് എന്നും ഒരു മണ്ഡലമായിക്കൊണ്ടില്ല. ഇപ്പൊ നിലവിൽ UDF അനുകൂലമായ തരംഗമുണ്ട്. അപ്പോ ജോസ് കെ മാണി വരുമോന്നറിയില്ല, ചെയർമാൻ നമുക്കറിയില്ല. തന്നെയല്ല, ബിനോ പുളിക്കണ്ടോ ഫാമിലിയും ഇവർക്ക് അനുകൂലമാണ്. അവർക്ക് അവിടെ നല്ല സ്വാധീനം ആ മണ്ഡലത്തിൽ 3 പേരും സ്വതന്ത്രമായിട്ട് ജയിച്ചു. നല്ല സ്വാധീനം അവർക്ക് ആ പാലാ മണ്ഡലത്തിലുണ്ട്. അതൊക്കെ എന്റെ ഒരു നല്ല ഫ്രണ്ട്. ഞങ്ങളെ രണ്ടുപേരും ഒരേപോലെ ഭാരവാഹി രാഷ്ട്രീയത്തിലായിരുന്നവരാണ് ഒരു കാലത്ത്. അതുപോട്ടെ, നമ്മളത് പിന്നെ ഇനിയിപ്പോ നമുക്കിവിടെ ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി ജോ മൈക്കിൾ ചിലപ്പോ തോക്കാം, ഉള്ളപോലെ പറയാം. കാരണം ജോ മൈക്കിളിന് എതിരായി വലിയൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, കത്തോലിക്കനായ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നെങ്കിൽ ചിലപ്പോൾ ജോ മൈക്കിളിന്റെ സീറ്റ് എന്ന് പറയുന്നത് അത്ര ഷുവർ അല്ല. വേണമെങ്കിൽ ജോ മൈക്കിൾ തോക്കാം. എന്റെ ഫ്രണ്ടാണ് കേട്ടോ, ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ പറയുന്നത് കേട്ടാല്. അതുപോലെ തന്നെ നമുക്ക് കാഞ്ഞിരപ്പള്ളി സീറ്റ് എടുത്താല് കാഞ്ഞിരപ്പള്ളിയില് ഉമ്മൻചാണ്ടി സാറിന്റെ മോള് വന്നാൽ പ്രശ്നമാകുമെന്നല്ല, ജയിക്കും. UDF ജയിക്കും. പക്ഷെ അതിന് എന്തായാലും അച്ചൂമൻ വരില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന അച്ചൂമന് വലിയ ബിസിനസ് ഉള്ള ആളാണ്. ദുബായിലും ഒക്കെ നല്ല ബിസിനസ്. രാഷ്ട്രീയത്തിൽ വന്ന് വെറുതെ സമയം കളഞ്ഞ് അല്ലെങ്കിൽ കുറെ അപവാദങ്ങളും കേട്ട് പ്രശ്നങ്ങളും കേട്ട് രാഷ്ട്രീയത്തിൽ വന്ന് ബിസിനസ് നശിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ മാറിയത്. നമ്മൾ രാഷ്ട്രീയത്തിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ നടക്കാമെന്നല്ലാതെ നമുക്ക് പറയാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നീതിയുടെ ഭാഗം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയാ അഴിമതിയും കാര്യങ്ങളും പറ്റാത്തതുകൊണ്ട് നമ്മുടെ ജീവിതമാർഗം മോശമായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മളെന്ത് രാഷ്ട്രീയത്തിൽ, ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ പിന്മാറാൻ കാര്യം ഒരു രാഷ്ട്രീയത്തിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. നിലവിൽ ഒരു രാഷ്ട്രീയത്തിലും ഇല്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ധമായ കോൺഗ്രസ്സുകാരനും അല്ല. സത്യസന്ധമാണ് പറഞ്ഞാൽ അന്ധമായ കോൺഗ്രസ്സുകാരനല്ല. ഒരാൾ BJP നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയുന്ന ആളെ ഞാൻ. CPM നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് ഞാൻ പറയും. എനിക്ക് തോന്നുന്നു ഇപ്പം വലിയ ഒരു എന്താ പറയാ ഒരു ബ്ലൈൻഡായ രാഷ്ട്രീയമൊന്നും ഇല്ല. മനസ്സിലായി? നമുക്ക് അതിനുള്ള രാഷ്ട്രീയത്തിന്റെ വില പോയി. നമ്മള് ഈ എന്നാ പറയുന്നത്, സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്ന തരത്തിലേക്ക് പലരും പല പ്രവർത്തികളും ചെയ്തിട്ട് നന്നായിട്ട് ഈ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നവർക്ക് പോലും സമൂഹത്തെ തലയുയർത്തി പിടിച്ച് പൊതുസമൂഹത്തെ ഫേസ് ചെയ്യാൻ മേലാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടും കാലമായത്. അതുപോലെ വൈക്കത്ത് LDF ഇപ്രാവശ്യം പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വൈക്കത്ത് ആശയ്ക്കെതിരായിരിക്കും. അതറിയില്ല. ഞാൻ പറഞ്ഞത് വൈക്കത്ത് അപ്പൊ ചിലപ്പോ 2 സീറ്റ് LDF നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കറിയാം 100 സീറ്റ് എടുത്ത് നിൽക്കുന്ന സമയത്ത് 71 മതി ജയിക്കാൻ, അല്ലെങ്കിൽ ഭരിക്കാൻ. അപ്പൊ അതിൽ LDF കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടും. എന്നാൽ UDF അധികാരത്തിൽ വരുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ സുകുമാരൻ നായർ സാർ, NSSന്റെ ശ്രീ സുകുമാരൻ നായർ, അദ്ദേഹം ഇങ്ങോട്ട് മാറിയിരിക്കുന്നു, ഇടതുപക്ഷമായി യോജിപ്പിലായിരിക്കും. ഇന്ന് അദ്ദേഹം പ്രസ് മീറ്റ് നടത്തുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ വിളിച്ചത് കാണുന്നുണ്ട് അല്ലേ? അപ്പം ഒരു SNDPയുടെ ഒരു പിന്തുണയുണ്ട്. അതുകൊണ്ട് അറിയില്ല. SNDP NSSും കൂടെ യോജിക്കുന്നു, വീണ്ടും ആലോചന വരുന്നുണ്ട്. എങ്ങനെ ആവും അറിയത്തില്ല. കാരണം അറിയോ, LDFന് ഭരണം കിട്ടില്ല എന്നൊരു ഉറപ്പ് അവർക്ക് വന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തു? അന്തം വിട്ട പ്രതി എന്തും ചെയ്യൂ എന്ന് പറഞ്ഞ പോലെ അവര് ഭരണത്തിൽ വരാൻ വേണ്ടി എല്ലാ സകല ഉണ്ടമ്പുകളും സകല ആവതാനിലെ സകല അമ്പുകളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് NSSനെ അവർ അടുപ്പിച്ചത്. NSS
അതായത് എന്ത് വന്നാലും എൽ ഡി എഫിനുമായിട്ട് യാതൊരു ബന്ധവും ഇനി ഭാവിയിൽ ഉണ്ടാവില്ലെന്ന് തീരുമാനിച്ച ആളാണ് NSS. എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ അത്ര ചതുർത്ഥിയായിരുന്നു. സമദൂരമായിരുന്നു അവരെപ്പോഴും പറഞ്ഞോണ്ടിരുന്നത്. ആ സമുദ്രം കാലം തൊട്ട് സമദൂരം പോയി. അപ്പം എൽ ഡി എഫുമായി ചങ്ങാത്തത്തിലായി NSS. അത് BJP ക്ഷീണമാണ്. അടുത്തത് SNDP. ഇവരൊന്നും പറഞ്ഞാൽ നേതൃത്വം പറഞ്ഞാൽ അണികൾ കേൾക്കുമെന്നൊന്നും ഇല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു പിന്തുണ ഈഴവ സമുദായത്തിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു ശതമാനം ആൾക്കാർ CPM തന്നെയാണ്. തന്നെയാണ്. അത് സ്വാഭാവിക. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈഴവരാണല്ലോ CPM-ന്റെ എന്താണ് നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, അധികാരത്തിൽ നിന്നും എറണാകുളം മേഖലയിലേക്ക് UDF കിട്ടും. പക്ഷേ ഒരു 80 സീറ്റിലെങ്കിലും വന്ന് 3.0 ശ്രീ പിണറായി വിജയൻ വരുമെന്നാണ് എന്റെ ഒരു ധാരണ. അതിന്റെ കാരണം നല്ല അവസരങ്ങൾ കിട്ടിയിട്ടും UDF അത് ഉപയോഗിക്കുന്നില്ല. ശശി തരൂരിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവരോധിച്ചാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ. ഇതിപ്പോ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ട് എന്നൊരു ധാരണ വന്നു. VD സതീശൻ, രമേശ് ചെന്നിത്തല 3 പേര് തമ്മിൽ മത്സരമായി വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? അധികാരം നടപടി ഉണ്ടാവും. ഞാൻ സ്ഥാനാർത്ഥിത്വത്തിൽ പോലും ഇവരുടെ ആൾക്കാരെ തിരികെ കയറാൻ ശ്രമിക്കും. അതിന്റെ പേരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം പോലും തീരും, പ്രശ്നമായി തീരും. നല്ല സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത തന്നെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, വളരെ സാധുവും നല്ലവനായ ഒരു മനുഷ്യനാണ് ഇപ്പൊ KPC പ്രസിഡന്റെങ്കിലും പുള്ളി ഒന്നും ഒരു ജനങ്ങളെ ഇളക്കാനോ അണികളെ ഇളക്കാൻ പറ്റുന്ന. അതിനകത്ത് സണ്ണി ജോസഫ് നല്ല മനുഷ്യനാണ്, മിതവാദിയാണ്, നല്ല മനുഷ്യനാണ്, ക്ലീൻ ഇമേജ് ആണ്, ഒക്കെയാണ്. പക്ഷേ ഒരു KPC പ്രസിഡന്റ് എന്ന നിലയിലുള്ള ആക്ടിവിറ്റീസ് ഒരു സംഭവമാകാൻ, അതുപോലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ പോലെ പറ്റത്തില്ല. നമ്മുടെ MP പറ്റത്തില്ല. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അത്ര നല്ലൊരു CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ പറഞ്ഞവർക്ക് പിടങ്ങുന്നത് കാര്യമില്ല. അപ്പൊ KPC പ്രസിഡന്റ് സുധാകരനെ ഇവര് തന്നെ എന്താക്കി? സ്വാഭാവികമായിട്ട് ഇവര് തന്നെ സുധാകരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയും ബഹുമാനവും വലിയൊരു പവറുമായി നിന്നൊരു സുധാകരനെ പോലും കോമാളിയാക്കിയതിനകത്ത് കോൺഗ്രസ്സുകാർക്ക് വലിയ പങ്കുണ്ട്. ശശി തരൂരിനെ ഒതുക്കി ഒരു മൂലക്കാക്കി. ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് അവതരിപ്പിച്ചാൽ ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ വോട്ട് ചെയ്ത് ഇപ്പോഴും കോൺഗ്രസ് അധികാരത്തിൽ വരും കേരളത്തിൽ. പക്ഷെ അത് ചെയ്യത്തില്ല. കാരണം ഇവർക്ക് അധികാരം വേണം. ആർക്ക് വേണം? VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ അധികാരം വേണം. അല്ല KC വേണമല്ലോ ഒട്ടും അടുപ്പിക്കുന്നത്. ഇവരെന്നെ അടുപ്പിക്കാതെ സംഭവിക്കുന്നുണ്ട്. പാർട്ടിയാണ് ക്ഷീണിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു, നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? സ്വല്പ രാഷ്ട്രീയം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം രാഷ്ട്രീയം നിങ്ങൾക്ക് ആവശ്യമാണ്. വിശകലനം ചെയ്തെന്നുള്ളൂ. ഞങ്ങൾ വലിയ വിദഗ്ധരൊന്നും അല്ല. ഇതിനകത്ത് ആവശ്യമാണ്. കാര്യം രാഷ്ട്രീയം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. രാഷ്ട്രീയം കൊണ്ടാണ് നമ്മുടെ ഭരണം നടക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സംസ്ഥാനത്തെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തിക്കും അക്കാര്യത്തില് ഉത്കണ്ഠ ഉണ്ടാവണം, വിവേകത്തോടെ പെരുമാറണം. അല്ലേ? രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് ഭരിക്കാൻ ആൾ കാണില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. ഇലക്ഷൻ വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോയത്. ഞങ്ങളുടെ ചെറിയൊരു ഒരു അവലോകനം എന്ന് മാത്രം കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ? ഇനിയും രാഷ്ട്രീയം ഞങ്ങൾ പറയാം കേട്ടോ. ഇലക്ഷൻ വരട്ടെ. അപ്പൊ ഒന്ന് മാറി ചെന്ന് എപ്പോഴും ഈ സിനിമ പറഞ്ഞ് നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്നോർത്ത് ഞങ്ങൾ സംസാരിച്ചെന്ന് മാത്രം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അല്ലെ? ഞങ്ങളെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. അല്ലെ? താങ്ക് യു സോ മച്ച്.